ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ 3 തരത്തിലുള്ള റിയാക്ഷൻസ് ആണ് കണ്ടത്. റിപ്പോർട്ടിലെ വിവരങ്ങൾ കണ്ട് ഞെട്ടിയ ആളുകൾ, ഞെട്ടാത്ത ആളുകൾ, അയ്യോ പണി പാളിയോ, ഇത്തവണ കുടുങ്ങുമോന്ന് ആശങ്കപ്പെട്ട ചിലര്. എന്നാൽ എന്റെ പൊന്നോ, രാജ്യത്തിന് തന്നെ അഭിമാനമാണ് മലയാള സിനിമ എന്ന് പറഞ്ഞ് നടന്നവരുടെ തലയിൽ ഇടുത്തി വീണ പോലെ ആയല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. സർക്കാരിന്റെ മേശപ്പുറത്തിരുന്ന് പൂത്തുപോയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷത്തിന് ശേഷം വെളിച്ചം കണ്ടിരിക്കുന്നു. റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് എന്തുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തു വരാൻ ഇത്രയും വൈകിയതെന്നുള്ളതിന്റെ കാര്യം മനസ്സിലായത്. പുറമേ കാണുന്നത് പോലെ അത്ര ഭംഗിയില്ല മലയാള സിനിമയ്ക്ക്. ലിംഗവിവേചനം, ലൈംഗിക അതിക്രമം, ക്രിമിനൽ പ്രവർത്തികള്, ലോബിയിങ്, അങ്ങനെ മലയാള സിനിമയ്ക്ക് പൊൻതൂവലുകളേറെ. ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. മലയാള സിനിമയെ പിടിച്ചുലച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത്. സിനിമാ മേഖലയിൽ അടിമുടി സ്ത്രീ വിരുദ്ധത, അവസരങ്ങൾക്ക് വേണ്ടി പലർക്കും കിടക്ക പങ്കിടേണ്ടി വരുന്നു, ലൈംഗിക താല്പര്യത്തിന് വഴങ്ങാത്തവർക്ക് തൊഴിലിടത്ത് ക്രൂരപീഡനം, നടിമാരുടെ മുറിയിലെ വാതിലിൽ മുട്ടുന്നവരെ ഭയന്ന് കുടുംബാംഗങ്ങളെ ഒപ്പം കൂട്ടേണ്ട അവസ്ഥ. കമ്മിറ്റിക്ക് മുൻപാകെ ഓഡിയോ വീഡിയോ തെളിവുകൾ ഹാജരാക്കി നടിമാരുടെ മൊഴി. നിർമ്മാതാക്കള്, സംവിധായകര്, പല പ്രമുഖ നടന്മാര്, അങ്ങനെ പല മുതലാളിമാരുടെയും ലൈംഗിക വൈകൃതങ്ങൾ വ്യക്തമാക്കുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. മലയാള സിനിമയിൽ അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് വെളുപ്പിക്കാൻ നോക്കുന്ന വേറെ കുറെ പ്രമുഖര്. മലയാള സിനിമ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്തിട്ട് ഓർമ്മ വരാ? അമ്മ സംഘടനയല്ലേ. ഇതേക്കുറിച്ച് അവർക്ക് താത്വികമായി എന്താണ് പറയാനുള്ളത് നോക്കാം. ഇത് പുറത്തു വന്നു എന്നുള്ളൊരു വാർത്തയിലൂടെയുള്ള അറിവല്ലാതെ എന്താണ് റിപ്പോർട്ടെന്നോ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്നോ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇത് ഏത് തരത്തിലാണ് ഞങ്ങളെ ബാധിക്കുന്നതെന്നോ ഏത് കാര്യത്തിനാണ് മറുപടി പറയേണ്ടതെന്നതിനെ പറ്റി വ്യക്തമായൊരു ധാരണയില്ല. 2-3 ദിവസമായിട്ട് ഞങ്ങൾ ഈ അമ്മ ഒരു ഷോ നടക്കുന്നതിൻ്റെ റിഹേഴ്സലുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും എറണാകുളത്ത് കൂടിയിരിക്കുകയാണ്. അപ്പോൾ അതിനാണ് ഇപ്പോൾ ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ആര് നോക്കണോ? അതിനും സീരിയസ് ആയ പാട്ടും ഡാൻസാണ് ഇവിടെ നടക്കുന്നത്. ഷോ ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ നല്ലോണം പഠിച്ചിട്ട് പ്രതികരിക്കാമെന്ന് അമ്മ ജനറൽ സെക്രട്ടറി. ഞാൻ തുറന്നു പറയുന്നു, അമ്മയോട് എനിക്ക് ബഹുമാനമാണ്, അമ്മ എന്ന സംഘടനയോടും. പക്ഷെ ആ സംഘടനയിലിരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ്. ഒരു മാഫിയ പോലെയാണ്, തീവ്രവാദപരമാണ്. പണ്ട് പലരും പറഞ്ഞത് ശരിയാണെന്നും ഇപ്പൊ പലരും കാണിച്ചു കൂട്ടുന്നത് തെറ്റാണെന്നും തെളിയിക്കുന്നതായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ലൈംഗിക അതിക്രമം, ലഹരി ഉപയോഗം, ആൺമേൽക്കോയ്മ, അങ്ങനെ മലയാള സിനിമയുടെ സത്യാവസ്ഥയെ പറ്റി തുറന്നു പറഞ്ഞത് മുൻനിര അഭിനേത്രിമാരുൾപ്പെടെയാണ്. റിപ്പോർട്ടിലെ പേരുകൾ പുറത്തു വിട്ടിട്ടുണ്ടെങ്കിൽ പല വിഗ്രഹങ്ങളും മുടങ്ങി താഴെ വീഴുന്നാണ് പറയുന്നത്. ഒന്നോ, ഏട്ടന്മാരും പേട്ടന്മാരും ഒക്കെ ഇനി എന്ത് ചെയ്യും? ഒരു ചെറിയ പ്രശ്നമുണ്ട്. പ്രശ്നമോ? അപ്പൊ പിന്നെ അത് പ്രശ്നമാവല്ലോ. എന്റെ ഗുരുവായൂരപ്പ പ്രശ്നം എപ്പോഴാ ഉണ്ടാവുക ആദ്യം പിടിച്ച് നടക്കായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചോദിച്ചു മടുത്തിട്ടായാലും അവസാനം സാധനം കൈ കിട്ടിയല്ലോ. ഇതിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. നമ്മളെന്തിനാണ് വെപ്രാളം പിടിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഇത് പറയുന്ന സമയത്ത് അത് പുറത്തുവിടേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ആ കാര്യം ചെയ്യുന്നത്, അവരാ പറയേണ്ടത്. ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെ സജിയേട്ടന്റെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയായിരുന്നു. എന്തിനാണ് റിപ്പോർട്ട് പുറത്തു വരാൻ ഇങ്ങനെ തിരക്കൂടുന്നത്? ഒന്ന് ക്ഷമിക്കുന്നേ, റിപ്പോർട്ടൊക്കെ സമയമാകുമ്പോ പുറത്തു വന്നോളും. എന്താണ് സജിയേട്ടാ റിപ്പോർട്ട് പുറത്തുവിടാൻ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ? ഏത് ഫീൽഡിലാണെങ്കിലും തെറ്റ് ചെയ്യുന്നവരെ പുറത്തു കൊണ്ടുവരണം. ഏത് ഫീൽഡാണെങ്കിലും. ഇപ്പോൾ സോളാർ റിപ്പോർട്ട് വന്നപ്പോൾ പ്രസിദ്ധീകരിക്കാൻ 4 ആഴ്ച പോലും എടുത്തിട്ടില്ല. തെറ്റ് ചെയ്തവരെ പുറത്ത് പറഞ്ഞില്ലെങ്കിൽ എല്ലാവരും അതേ രീതിയിൽ കണക്കാക്കും. എല്ലാവരും സംശയത്തിന്റെ നിഴലാവും. മാന്യന്മാർ പോലും സംശയത്തിന്റെ നിഴലാവും. അത് പിന്നെ സർക്കാരിന് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിലല്ലേ ഇങ്ങനെ റിപ്പോർട്ടൊക്കെ പുറത്തുവിടാൻ വ്യഗ്രത കാണിക്കുക. ഇതിപ്പോ പല സെലിബ്രിറ്റീസിന്റെയും കാര്യല്ലേ, അങ്ങനെ ചാടിക്കേറി ഓരോന്നും തീരുമാനിക്കാൻ പറ്റുമോ? എന്റെ മുരളീധരേട്ടാ, സുവോ മോട്ടോ ഗവൺമെന്റ് ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് FIR രജിസ്റ്റർ ചെയ്യണം. ആദ്യം മനസ്സിലാക്കേണ്ടതാണ്, സുവോ മോട്ടോ ഒരു കേസ് എടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. FIR ഇടുന്ന സമയത്ത് കംപ്ലൈൻറ്റ് ഉണ്ടാകണം. വേഗിൽ ആകാശത്ത് നിന്നുകൊണ്ട് നമുക്ക് FIR ഇടാൻ പറ്റില്ല. ഒളിച്ചു വെച്ചിരിക്കുന്ന മൊഴിയുണ്ടല്ലോ, ഒളിച്ചു വെച്ചിരിക്കുന്ന റെക്കോർഡുണ്ടല്ലോ, അത് പ്രസിദ്ധീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതി പറയട്ടെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിന് കേസെടുക്കാനൊന്നും പറ്റില്ല. കേസെടുക്കണമെങ്കിൽ കോടതി പറയട്ടെ. അല്ല പിന്നെ നമ്മുടെ ബാലൻ സഖാവ് അത് പറഞ്ഞ് നാവ് വായിൽ കിട്ടുള്ളൂ. ദാ വരുന്നു ഹൈക്കോടതിയുടെ ഇടപെടല്. നേരിട്ട് കേസെടുക്കാൻ വകുപ്പുണ്ടോന്ന് ഹൈക്കോടതിയുടെ വക ഒരൊറ്റ ചോദ്യം. പാവമേജി ഉത്തരം പറയാനാകാതെ ആ പാവം ഉഴലുകയായിരുന്നു സുഹൃത്തുക്കളെ. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ചെയ്തു. ലൈംഗിക ചൂഷണത്തിന് വഴങ്ങി കൊടുക്കാത്തവർക്ക് പിന്നെ സിനിമയിൽ അവസരങ്ങളില്ല. ജീവഭയം കാരണം പലരും പലതും തുറന്നു പറയാൻ പഠിക്കുന്നു. പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പിന്നെ പ്രശ്നക്കാരായി. ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലെ സ്ത്രീകളുടെ ഹോട്ടൽ റൂമിന്റെ ഡോറിൽ മുട്ടുന്ന പ്രമുഖർ വരെയുണ്ട്.
സാറല്ലേ ശരി സാറല്ലേ വാതിലോർക്കടി അച്ചുവട്ടനാണ് കീലേരി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ 4.5 വർഷം എടുത്തെങ്കിൽ അതിലിനി നടപടിയെടുക്കാൻ എത്ര കാലം കാത്തിരിക്കേണ്ടി വരും എന്തോ. എന്നാലും ശരിക്കും റിപ്പോർട്ട് പുറത്തു വരാൻ വൈകിയത് എന്തുകൊണ്ടാണ്? നടിമാരുടെ റൂമിൽ ഇത്രയും ശക്തിയായി രാത്രി വന്ന് കൊട്ടുന്ന ആ പ്രമുഖരുടെ നീചമായ നീക്കം ഇനിയും തുടർന്നോട്ടെ എന്ന് ആരാണ് ചിന്തിച്ചത്? ആത്മാ സംഘടനയുടെ പ്രസിഡന്റിന്റെ കാര്യം വളരെ വ്യക്തമായി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നുണ്ട്. ആ പ്രസിഡന്റ് എന്ന് പറയുന്നത് മറ്റാരുമല്ല, ബഹുമാനപ്പെട്ട മന്ത്രി KB ഗണേഷ് കുമാറാണ്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന് അടിയന്തരമായി ചെയ്യാൻ സാധിക്കുന്നത് KB ഗണേഷ് കുമാറിനെതിരെ, അപ്പോൾ ആ കമന്റിൽ പറയുന്നത്, ആ പോയിന്റിൽ പറയുന്ന ഭാഗത്ത് തന്നെ പറയുന്നത് 15 പേരുടെ പവർ മാഫിയയാണ് എന്നുള്ളതാണ്. ഈ 15 പേരുടെ പവർ മാഫിയയിൽ മന്ത്രി KB ഗണേഷ് കുമാർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ സർക്കാരിന് മുമ്പിൽ ചോദിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ KB ഗണേഷ് കുമാറിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും DGPക്കും പരാതികൾ കൊടുത്തിട്ടുണ്ട്. നടന്മാരെ ഒതുക്കിയിട്ട് ഞാൻ അറിയുന്നില്ല, എൻ്റെ അറിവിലില്ല. പിന്നെ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. ആൾക്കാരെ പറ്റി എന്തും പറഞ്ഞൂടെ? ഞാനാണ് ആത്മയുടെ പ്രസിഡന്റ് ആയിരുന്നത്, ഇപ്പോഴും ഞാൻ തന്നെ പ്രസിഡന്റ്. ഞങ്ങളാരും വിലക്കായിട്ട് എനിക്കറിയില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തിടാൻ വൈകിയത് സിനിമയിലെ 15 അംഗ പവർ ഗ്രൂപ്പ് കാരണമാണെന്നോ അതിലൊരു മന്ത്രി ഉണ്ടെന്നൊക്കെ ഒരു നാട്ടുവർത്താനുണ്ട് കേട്ടോ. അന്ന് ആ മീറ്റിംഗിൽ പ്രസംഗിച്ച ഇന്നത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആവേശത്തോടെ പ്രസംഗിച്ച ആ 15 പവർ ഗ്രൂപ്പിലുള്ളവർ തന്നെയാണ് ഇന്നും മലയാള സിനിമയിൽ ഈ തെമ്മാടിത്തരങ്ങൾ കിട്ടിയെന്നുള്ളത്. റിപ്പോർട്ട് കുറച്ച് വൈകിയാലെന്താ, ബാക്കി നടപടികളൊക്കെ വേഗം നടപ്പാക്കുന്നു സർക്കാർ പറഞ്ഞല്ലോ. സിനിമാ നയം നടപ്പാക്കാൻ വേണ്ടി വിപുലമായൊരു കോൺക്ലേവ് തന്നെ സംഘടിപ്പിക്കുന്നില്ലേ നമ്മുടെ സർക്കാർ? റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. ഈ സിനിമ കോൺക്ലേവ് എന്ന് പറയുന്നത് ആരോപണ വിധേയരായ ഇവരെയും ഇരകളെയും ഒരുമിച്ചിരുത്തി ഈ ഇരകളായവരെ അപമാനിക്കുകയാണ്. സർക്കാർ യഥാർത്ഥത്തിൽ വേട്ടക്കാരോടൊപ്പമാണ്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് 4.5 കൊല്ലമായി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാ സതീശേട്ടാ? പേരും അഡ്രസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് കേസ് എടുക്കാൻ പറ്റില്ലല്ലോ എന്നാണ് സർക്കാർ പറയുന്നത്. ഞാൻ ഒരു കാര്യം വളരെ ക്ലിയറായി പറയുന്നത്, നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ ഒരു നേരിട്ട് പരാതി ഉണ്ടെങ്കിലും അല്ലാതെയൊക്കെ എടുക്കാനുള്ള നിയമമുണ്ടല്ലോ. ആ നിയമം അനുസരിച്ചിട്ട് മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ലല്ലോ, അതിനൊന്നും വ്യത്യസ്തമല്ലല്ലോ. ഇതൊരു അഡീഷണൽ ഇൻഫർമേഷനാണ്. അല്ലെങ്കിൽ ഈ മേഖലയെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ വന്ന പരാതികൾ, പ്രത്യേകിച്ച് വനിതാ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഉന്നയിച്ച പ്രശ്നങ്ങളെല്ലാം പഠിച്ചു വന്നതാണ്. കേസെടുക്കാൻ പറ്റില്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ മുഖത്ത് നോക്കി സ്വമേധയാ കേസെടുക്കാനുള്ള വകുപ്പൊക്കെ ഇതിലുണ്ടെന്ന് എങ്ങനെ പറയാൻ തോന്നി എന്റെ ബാലഗോപാലേട്ടാ? ആ റിപ്പോർട്ടിൽ 15 ആളുകളുടെ ഒരു ഗാങ് ഓഫ് 15 കാര്യം പറഞ്ഞിരിക്കുകയാണ്. ആ 15 ആളുകൾ കേരളത്തിലെ സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾക്ക് മാത്രമല്ല, ഈ സംസ്ഥാനത്തെ മുഴുവൻ സ്ത്രീകൾക്കും ഒരു വലിയ ഭീഷണിയാണ് ഈ 15 അംഗ സംഘം എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ പേര് പരസ്യപ്പെടുത്തണം. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക തന്നെ വേണം. അക്കാര്യത്തിൽ ഗവൺമെന്റ് യാതൊരു വിധത്തിലുള്ള കാലതാമസവും വരുത്താൻ പാടില്ല. അയ്യോ, പാർട്ടിയിലുള്ളവരെന്നെ സർക്കാരിനെ ഇങ്ങനെ ഉപദേശിക്കരുത് കേട്ടോ. വേണ്ടത് എന്താച്ചാ സർക്കാർ ചെയ്യും, അതങ്ങ് എല്ലാരും കൂടെ അനുസരിച്ചാൽ മതി. അപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏകപക്ഷീയമാണ്. അത് ജുഡീഷ്യൽ പവർ ഉള്ളതല്ല, അത് ആരോപണം മാത്രമാണ്. അത് മാത്രമല്ല, ആരോപണം ഉന്നയിച്ചവരാരാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം. കാരണം ചില പ്രധാനമായി നിൽക്കുന്നവരെക്കാൾ അപ്പുറം ഈ സിനിമയിൽ സജീവമല്ലാത്ത ചിലരെ പ്ലാൻ ചെയ്ത് വിട്ട് ഇത് പറയിച്ചതാണ്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ട്രിവാൻഡ്രത്ത് കുറച്ച് പേരെ എടുപ്പിക്കുകയും ഇവിടെ എറണാകുളത്ത് സ്റ്റഡി ചെയ്ത് ഇവരെ വിടുകയാണ്. ഒരു സ്റ്റഡി റൂമിൽ നിന്നും ഹോം ട്യൂഷൻ കൊടുത്ത് വിട്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ ആക്ഷേപങ്ങൾ പറയണം. WCCയുടെ ഭാഗത്തുനിന്നും പ്രധാനപ്പെട്ട ആൾക്കാർ ആരും തന്നെ മോശപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. സിനിമയെ ഒന്നും ആക്ഷേപിക്കേണ്ട കാര്യമില്ല. ലോകത്തെല്ലാ മേഖലകളിലും പുഴുക്കുത്തുകളുണ്ട്, മോശപ്പെട്ട പ്രവൃത്തിയുണ്ട്. ഇത് എവിടെയായിരുന്നു? ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടെന്നുള്ള നിഷ്കളങ്ക ചിന്തയിൽ നിന്നാണ് സജി നന്ദിയാട്ടി സംസാരിക്കുന്നത്. ലൊക്കേഷനിലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഭക്ഷണം ലഭിക്കണമെങ്കിൽ പോലും ബെഡ് ഷെയർ ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്. ആ ദുരവസ്ഥ പറഞ്ഞപ്പോ പറയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മൊത്തം ഉടായിപ്പാണെന്ന്. ഇതില് ഒരു പുഴുത്തലും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പുറത്തുവിടാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് ഹേമ തന്നെ 2020 ഫെബ്രുവരി 19 സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഇനിയെങ്കിലും ഇരയ്ക്കും വേട്ടക്കാരനും ഒപ്പം ഒരുപോലെ നിൽക്കുന്ന നിലപാട് അധികാരികൾ ഉപേക്ഷിക്കണം. നോവുന്നതിന് നോവട്ടെ എന്നുറപ്പിച്ച് സർക്കാർ ശക്തമായ നടപടിയെടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ.
പെൺകണ്ണീര് കൊണ്ടുണ്ടാക്കിയ സിനിമയല്ല. പെണ്ണും ആണും ഒരുപോലെ സമാധാനത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ചെയ്യുന്ന സിനിമകളാണ് നമുക്കാവശ്യം. എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.